എല്ലാവർക്കും MK പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ അഡീനിയത്തിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ചാണ്. അതിൻ്റെ പോട്ടി മിക്സും പ്രൂണിങ്ങും പിന്നെ ചെറുതായിട്ടുള്ള ഗ്രാഫ്റ്റിങ്ങും നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പ്ലാന്റ്സുമേലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. അതൊക്കെ പ്രൂൺ ചെയ്യാനായതാണ്. കുറേ പ്ലാന്റ്സ് ഞാൻ പ്രൂണിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഇനി ചെയ്യാനുണ്ട്. ഇനി ചെയ്യുന്ന കുറച്ചൊക്കെ നിങ്ങളെ കാണിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ കണ്ട അത്യാവശ്യം റൂട്ടൊക്കെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നതാണ്. പോട്ട് എന്നോ മാറ്റാനായിട്ടുണ്ട്. നമ്മൾ പോട്ടി മിക്സ് ആദ്യം തന്നെ എടുക്കുന്നത് മണലാണ്. പിന്നെ എടുക്കുന്നത് നമ്മൾ സാധാ മണ്ണാണ്, സാധാ ഗാർഡൻ സോയിൽ. നല്ല ലൂസുള്ള തരം മണ്ണാണ് കേട്ടോ എടുക്കുന്നത്, ചളി പോലത്തെ മണ്ണല്ല. പിന്നെ എടുക്കുന്നത് വെർമി കമ്പോസ്റ്റ്, പിന്നെ ചാണകപ്പൊടി, 2 പിടി എല്ലുപൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് നല്ല ലൂസുള്ള പോട്ടി മിക്സ് ആവണം. ചെളി പോലത്തെ എടുക്കാതിരിക്കുക. പിന്നെ പോട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഹോളുള്ള പോട്ടായിരിക്കണം കേട്ടോ. അടീന്യത്തിന് തീരെ വെള്ളം കെട്ടി നിൽക്കാനേ പറ്റൂല. നല്ല ഹോളുള്ള പോട്ടാണെങ്കിൽ അത്രയും നല്ലത്. ഈ പ്ലാന്റൊക്കെ കണ്ടോ, വേര് ഒക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് മാറ്റാം. ഇതൊക്കെ പോട്ട് ചെയ്തത് വെറും മണ്ണും മണലും മാത്രം വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഒരു വർഷമായ പ്ലാന്റാണ്. ഇതിമേലൊക്കെ ഫ്ലവർ വന്ന് കഴിഞ്ഞതാണ്. കോഡക്സൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ട് എടുക്കുമ്പോൾ പോട്ടിൽ ആദ്യം തന്നെ ചിരലോ അല്ലെങ്കിൽ ഓട്ടും കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഹോൾസ് അടഞ്ഞു പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ചിരൽ പോലത്തെ മണലാണ് ഇടുന്നത്. നമ്മളൊരു 1/4 ഭാഗം ഒരു മണ്ണ് വെച്ചിട്ട് 1/4 മുക്കാൽ ഭാഗമൊക്കെ മണ്ണ് വെച്ചതിന് ശേഷം ഇത് കോഡക്സ് നന്നായിട്ട് പൊന്തി നിൽക്കണേ. നന്നായിട്ട് മുകളിൽ കോഡക്സ് കാണുന്ന രീതിയിലാണ് പോട്ട് ചെയ്യുന്നത്. ആദ്യം വെച്ചതിനേക്കാളും കുറച്ചും കൂടി പൊന്തിച്ച് വെക്കുക. അങ്ങനെ വേണം അടീനിയം പോട്ട് ചെയ്യുന്ന സമയത്ത് വെക്കേണ്ടത് കേട്ടോ. മറ്റേ നമ്മൾ നന്നായിട്ട് അടിയിൽ വെക്കുമ്പോൾ ആ കോഡക്സൊക്കെ മൂടിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഓരോ പ്രാവശ്യം പോട്ട് മാറ്റുന്ന സമയത്തും ഇതേപോലെ കോഡക്സ് പൊന്തിച്ച് ഇങ്ങനെ വെക്കുക. അപ്പോഴാണ് അതിൻ്റെ കോഡക്സിൻ്റെ വലുപ്പവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അടീനിയത്തിൻ്റെ ഭംഗി അതിൻ്റെ കോഡക്സും ഫ്ലവറും തന്നെയാണ്. ഇതും അതേപോലെ റൂട്ടൊക്കെ പുറത്തേക്ക് വന്നൊരു പ്ലാന്റാണ്. ഇതും കൂടെ ഒന്ന് മാറ്റുന്നത് കാണിക്കാം. ഇതൊക്കെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ നാടൻ അടീനിയാണ്. ഒക്കെ ഇവിടെ വിത്തിട്ട് മുളപ്പിച്ച പ്ലാന്റാണ് കേട്ടോ. അതൊക്കെ 1 വർഷം കഴിഞ്ഞതാണ്.
പിന്നെ അഡീനിയം പറയുമ്പോൾ നമുക്ക് വളർത്താനൊക്കെ എളുപ്പമാണിത്. ഈ വേനൽക്കാലത്തൊക്കെ വെള്ളം കുറവുള്ള ആളുകൾക്കൊക്കെ നല്ല എളുപ്പമാണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നനച്ചെടുത്താൽ മതി. ഇതിന് വെള്ളം കൂടാനാണ് പാടില്ലാത്ത. വെള്ളം കൂടിയാൽ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഇനി ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നനച്ചാലും പ്ലാന്റ്സിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. മഴക്കാലത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കൂടിപ്പോയാൽ ചീഞ്ഞു പോകുന്നതൊക്കെ നോക്കണം. ഇതൊക്കെ വിത്ത് മുളപ്പിച്ച ചെറിയ പ്ലാന്റ്സ് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതിപ്പോൾ വിത്തിട്ട് മുളച്ച് വൈറ്റ് അടീനിയാണ് കേട്ടോ. വൈറ്റ് ഫ്ലവറാണ് ഇതിന്മേൽ ഉണ്ടാവുക. അതും ഒന്ന് ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അതിൻ്റെ മുന്നേ പ്രൂൺ ചെയ്ത് വെറുതെ ഇതിലിങ്ങനെ വെച്ച് കൊടുത്താണ്. അതൊക്കെ ഇപ്പോൾ റൂട്ട് വന്ന് ഇതിൻ്റെ കമ്പ് ഇതേമാതിരി നമുക്ക് കമ്പ് നട്ടാലും പിടിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്താൽ റൂട്ടൊക്കെ വന്നോളും. ഞാൻ മണ്ണിൽ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് നടുന്നാണ് ആ ചെറിയ പ്ലാന്റ്. അത് ഞാൻ വളങ്ങളൊന്നും ചേർക്കാതെ വെറും മണ്ണും മണലും മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ അത് പോട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രൂൺ ചെയ്ത കുറച്ച് അതിൻ്റെ സ്റ്റെമ്മുണ്ട്. അതൊക്കെ ഒന്നും കൂടി എല്ലാത്തിലും കൂടെ ഒന്നിട്ട് വെറുതെ ഒന്ന് നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത് റൂട്ട് വന്നിട്ട് മാറ്റി നടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെക്കുന്നത്. എല്ലാം കൂടെ ഒരു പോട്ടിൽ. ഇതൊക്കെ ഹൈബ്രിഡാണ്, ഹൈബ്രിഡിൻ്റെ കമ്പാണ്. പിന്നെ ഇത് പ്രൂൺ ചെയ്യാണ്. ഇത് നമ്മൾ പുതിയ ബ്ലേഡാണ് കേട്ടോ, പഴയതൊന്നല്ല. അതുകൊണ്ടാണ് സാനിറ്റൈസറൊന്നും ചെയ്യാതെ കണ്ട്. ഇതിന് സാഫ് പുരട്ടി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് ബി ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. എനിക്ക് കൂടുതലും സക്സസ് ആവൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. മറ്റേത് സാധാ രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ എന്തോ പിടിച്ച് കിട്ടാൻ കുറച്ചൊരു പാടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതേപോലെ 2 ഷെയ്ഡും ചെത്തിയിട്ട് ഇതേപോലെ ഇതിൻ്റെ നടുക്കുന്നു ചെറിയൊരു പീസ് ഇതേപോലെ ചെത്തിയെടുക്കും. എന്നിട്ട് 2 ഭാഗവും ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാവണം കേട്ടോ. എന്നിട്ട് ടേപ്പ് വെച്ച് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഈ പ്ലാന്റ് മേലെ ഞാൻ 2 കളറ് അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്.
ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണ്. ഇത് ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം മുകളിലൊക്കെ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ഇതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ്, NPK ആണ് കൊടുക്കുന്നത്. ഇത് പ്രൂൺ ചെയ്ത് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അപ്പോൾ അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതിനെല്ലാം കൂടെയാണ് ഇതെടുക്കുന്നത്. ഞാൻ കൂടുതലും വളമായിട്ട് NPK ആണ് ഫെർട്ടിലൈസർ കൊടുക്കൽ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതെല്ലാ പ്ലാന്റ്സും നേരത്തെ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിനെല്ലാം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബോഗൈൻവില്ല ഉണ്ട്, അതിനൊക്കെ എല്ലാത്തിനും കൂടെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയൊരു ബക്കറ്റിലാണ് ഇതിപ്പോൾ എടുത്തത്.